ഓഹോ, ഈ നാട്ടിൽ മുഴുവനും കാറാണല്ലോ. ഈ നാട്ടിലെ ഒരു കാറും പോലും എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഈ കാറുകളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ നാട് മുഴുവനും ഞാൻ നശിപ്പിച്ചിരിക്കും. അത് ഏതോ വന്നാലും ഞാൻ ഈ നാട് പൊളിച്ചിരിക്കും. ഇവിടെ ഒരു വാഹനങ്ങളും എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ കാറുകൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മരിക്കാൻ കാരണം കാറാണ്. എനിക്ക് ഈ കാറുകളെ കണ്ടാൽ അപ്പഴേ എന്റെ ഈ ബൈക്ക് വെച്ച് പൊട്ടിച്ച് കളയാൻ ഇഷ്ടമാണ്. എന്റെ മരിക്കാൻ കാരണം ഈ കാറുകളാണ്, ഈ പോലീസ് സ്റ്റേഷനാണ്, പ്രത്യേകിച്ച കാരണക്കാരന്മാര്. ഇവന്മാരിവിടെ ഒന്നും ഇല്ലല്ലോ. ഇവന്മാരിവിടെ മുങ്ങാൻ തോന്നുന്നു. ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചിട്ട് അവന്മാര് മുങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ ഇവിടുത്തെ നാട്ടിലെ ഒരു കാറുകൾ, ഏത് ലക്ഷറീസ് ആയാലും, ഏത് വെഹിക്കിൾ ആയാലും, ഏത് പോലീസ് വെഹിക്കിൾ ആയാലും ഞാൻ ഈ വണ്ടി വെച്ച് പൊട്ടിക്കും. എന്നെ കൊല്ലാൻ കാരണം കാറുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാറുകൾ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് കാറുകൾ. എന്തായാലും ഈ നാട്ടിലെ എല്ലാ കാറുകളും ഞാൻ ഇല്ലാതാക്കും. അതേത് വലിയവന്റെ കാറായാലും ഏത് ചെറിയവന്റെ കാറായാലും എനിക്ക് ഈ കാറുകളെ കണ്ടാൽ അപ്പഴേ പൊട്ടിച്ച് കളയാൻ തോന്നും. എന്നെ കൊന്നത് തന്നെ ഈ കാറുകളാണ്. ഈ കാറുകളുടെ ഫാക്ടറിയിലെ മുതലാളികളാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ ഏതവന്റെ വീടാന്ന് പോലും അറിഞ്ഞോളല്ലോ. പ്രവൃത്തിനുമില്ലല്ലോ. ഇവിടെ കുറുക്കം വലി മാത്രം കേൾക്കുന്നു. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഇവന്റെ വണ്ടി പൊട്ടിയെന്ന് അവൻ അറിയാൻ പോലെ അവനെന്ന് ഇച്ചിരി നേരത്തേക്ക് ദുഃഖിക്കും. ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നാണെങ്കിൽ ഗൈസ് നമുക്ക് 5-6 പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസവും കാലം ആയതുകൊണ്ട് തന്നെ ഇന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ ഗൈസ് നമ്മളൊരു ഷോപ്പിങ്ങിന് കാര്യങ്ങൾ വിടുകയാണ്. അപ്പം നമ്മളെ ഷിൻജാനും കാര്യങ്ങളും നമ്മളെ നാട്ടിലൊന്നും ഇല്ല ഗൈസ്. അവൻ വീണ്ടും അവൻ്റെ പപ്പയുടെ നാട്ടിലോട്ട് പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ അവന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പൈസയും കാര്യങ്ങളും നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇച്ചിരി ഡ്രസ്സ്, പിന്നെ 5-6 ടോയ്സ്, അത് കണക്കത്തുള്ള ലക്ഷറീസ്, ഒരു വീടിന് വെക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഫർണിച്ചർ, അതേ കണക്കുള്ള ചെറിയ ടീപ്പോയൊക്കെ മേടിക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ ഗൈസ് ചേരി നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്കൊന്ന് പോയി മേടിക്കാം ഗൈസ്. അതെന്താണ് സൗണ്ട് ഗൈസ്? നമ്മളെ വണ്ടി കത്തുന്നു ഗൈസ്. ഇതെങ്ങനെ ഗൈസ്? ഗൈസ്, നമ്മളെ വണ്ടി നിന്ന് കത്തുന്നു ഗൈസ്. ആകാശത്തൊന്നും ഇല്ലല്ലോ ഗൈസ്, മിസൈലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതെങ്ങനെ ഗൈസ്? ഈ വണ്ടി മാത്രം നിന്ന് കത്തുന്നു ഗൈസ്. എൻ്റെ പൊന്നെ ഭാഗ്യം ഗൈസ് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയത് ഗൈസ്. എന്താണ് ലെക്കാണ് ഗൈസ്. ഇതെന്തായാലും ഈ വണ്ടി എങ്ങനെ ഗൈസ് കത്തിയത് ഗൈസ്? ഇതെങ്ങനെ വണ്ടി ഗൈസ്? ഇവിടെ വേറൊരു ബുഗാട്ടിയിൽ നിന്ന് കത്തുന്നു ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട ബുഗാട്ടി ഗൈസ്. ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും കത്തിപ്പോകുന്നല്ലോ ഗൈസ്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചൂട് കാരണമാണെന്നാണ് ഗൈസ്. അങ്ങനെ വരാനൊന്നും ചാൻസ് കുറവാണല്ലോ ഗൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര ബൈക്ക് ഇതിലേ പോകുന്നു? ബൈക്ക് മാത്രം എന്താണ് ഗൈസ് പൊട്ടാത്തത് ഗൈസ്? എനിക്ക് ഭയങ്കര സംശയം ഗൈസ്. നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ എൻ്റെ വണ്ടി ഇവിടെ ഇങ്ങനെ ഞാൻ വെറുതെ നിർത്തിയിട്ടിരുന്നു. അത് ഞാൻ നോക്കാൻ നേരം പൊട്ടിപ്പോയി ചേട്ടാ. ഞങ്ങളെ ബൈക്കൊന്നും കത്തുന്നില്ലല്ലോ, നിങ്ങളെ കാറ് മാത്രമാണ് കത്തുന്നത്. അതെന്താണ് കുഴപ്പമുണ്ട് ഈ സിറ്റിയില്? അവിടുത്തെ എല്ലാ സൈഡിലും എല്ലാ കാറുകളും പൊട്ടുന്നുണ്ട്. അതെന്താ കുഴപ്പമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടന്റെ ബൈക്കെങ്കിലും ഒന്ന് തരാടാ, നീ എടുത്തോണ്ട് വെക്കൂ ഗൈസ്. അതിലൊരു ചേട്ടൻ എനിക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു ഗൈസ്. എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് പോലീസ് സ്റ്റേഷനിൽ പോവാം. പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കാം ഗൈസ് ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ഗൈസ്. അപ്പം ഇവിടെ പോലീസുകാരന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഗൈസ്. 2 പേര് ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. എന്തായാലും സാറമ്മടുത്ത് ചോദിച്ചു നോക്കാം. നമുക്ക് നേരെ കയറി ചെല്ലാം. എൻ്റെ പൊന്നി ഇതെന്താണ് ഗൈസ് ഇത് കയറി നമുക്ക് നേരെ ഈ സാറമ്മടുത്ത് ചോദിച്ചു നോക്കാം. ബൈക്കും കാലം ഇവിടെ എടുത്ത് എൻ്റെ പൊന്നോ ഗൈസ്, എൻ്റെ പൊന്നോ ഗൈസ്, എൻ്റെ കാലും കാലം മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ നല്ല മുറിവാണ് ഗൈസ് പറ്റിയത്. എന്താ ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഇവിടെ നമ്മളെ കാറിൽ നിന്ന് കത്തിയപ്പോഴാണ് സാറന്മാരോട് ചോദിച്ചു നോക്കാം. സാറേ എൻ്റെ കാറ് വെറുതെ ഇരുന്നപ്പോൾ കത്തി സാറേ. ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളെ കാറുകൾ ഇവിടെ നിന്നെല്ലാം കത്തി നശിച്ചു. ഇവിടുന്ന് ഇപ്പോൾ കൊണ്ടുപോയൊക്കെയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഗോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇവിടെ ഇറങ്ങിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങളെ കാറുകളും പൊട്ടിച്ചു. ഗോസ്റ്റ് ഡ്രൈവറാണ് ഇതിൻ്റെ പിന്നിൽ. അവനെ എങ്ങനെയെങ്കിലും തീർക്കണം. അവനെ തീർക്കാൻ ഒരു വഴിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഒരു വഴിയില്ല. അവനെ പൂട്ടാന്ന് വെച്ചാലും പറ്റൂല.
അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഞങ്ങളൊരു സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ലെംബോർഗിനിയാണ് കൊടുക്കുന്നത്. ആ ശരി സാറേ ഗൈസ്, നമുക്ക് തന്നെ ആ ലെംബോർഗിനി ഇയാൾ എടുക്കണം ഗൈസ്. അതുപോലെ തന്നെ ഈ നാട് നമ്മൾ രക്ഷിക്കണം ഗൈസ്. അതാണ് ഗൈസ് ഇപ്പോഴത്തെ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം സോ നമുക്ക് എങ്ങോട്ടാണ് ഗൈസ് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ്, എൻ്റെ ഹൽക്ക് മാമൻ്റെ വീട്ടിലൊന്ന് പോവാം. ഹൽക്ക് മാമനൊരു പത്തിരിയും പൊറോട്ടയൊക്കെ മേടിച്ച് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ അയാൾ നമുക്ക് ഷൂട്ടിങ് ആൾ തരുന്നതായിരിക്കും. ഞാനാണെങ്കിൽ ഹൽക്ക് മാമ അടുത്ത് പോകുന്നതിന് മുമ്പ് ഇവിടത്തെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്. അപ്പം ഹൽക്കിനാ പിന്നെ ഹൽക്ക് മാമന് ഞാൻ ഒരു ചിക്കനും പൊറോട്ടയും മേടിച്ച് തരാനാണ് വിളിച്ചത്. ഹൽക്ക് മാമന്റെ ഷൂട്ട് ഒന്ന് തരാണെങ്കിൽ ഞാൻ ചിക്കനും പൊറോട്ടയും മേടിച്ച് തരാന്ന് വിളിച്ചതാണ്. ചിക്കനും പൊറോട്ടയും കാട്ടി വലുതൊന്നും എനിക്കില്ലടാ. നീ എന്റെ വീട്ടിൽ വന്നിട്ട് ഷൂട്ട് കാളും എടുത്തോണ്ട് പോയിക്കോ. നമുക്ക് വൈകിട്ടും കാളും പൊറോട്ടയും ചിക്കനും തിന്നാടാ. അപ്പം നീ എന്റെ വീട്ടിലോട്ട് വന്ന് ഷൂട്ട് എടുത്തോണ്ട് പോയിക്കോടാ. ആ ശരി ഹൽക്ക് മാമ. പിന്നെ എനിക്കൊരു ഇതും കാൾ പറയാനുണ്ട്. എന്തിനാ ഞാൻ ഷൂട്ട് പിടിക്കുന്നത് വെച്ചാൽ നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു ഗോസ്റ്റ് റൈഡറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവനെ പിടിക്കാനാണ് ഹൽക്ക് മാമ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ, എനിക്ക് ചിക്കനും പൊറോട്ടയും മതിയിടാ. നീ പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോടാ. എനിക്ക് ചിക്കനും പൊറോട്ടയും തിന്നാടാ വയ്യ. ആ ശരി ഹൽക്ക് മാമ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഇനി അടുത്ത നമ്മളെ ഹൽക്ക് മാമൻ്റെ വീട്ടിലും കാണാൻ പോയതിന് ശേഷം അവിടുത്തെ ഷൂട്ടിങ് ആൾ എടുക്കണം. ഹൽക്ക് മാമനെ പറഞ്ഞ് നമ്മൾ ആളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പം നേരെ ഗൈസ് നമ്മൾ ആ ഹൽക്ക് മാമൻ്റെ വീട്ടിലോട്ട് വിടാം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ വിടുന്നതെന്ന് വെച്ചാൽ അറിയാമല്ലോ ഗൈസ്, നമ്മൾ ഹൽക്ക് മാമൻ്റെ വീട്ടിലോട്ട് പോകുന്നു. നമുക്ക് നേരെ ഷൂട്ടിങ് ആളും എടുക്കണം ഗൈസ്. നമുക്ക് ഷൂട്ട് വിട്ടൊരു കളിയുമില്ല. ഷൂട്ട് ഉണ്ടെങ്കിൽ അവനെയൊക്കെ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മളെ പവറിനൊന്നും അവൻ നിൽക്കത്തില്ല. അവനൊരു ഗോസ്റ്റ് റൈഡറാണ് ഗൈസ്. നമ്മളൊരു ബുദ്ധിയും നമ്മളെ ഹൽക്കിൻ്റെ സ്യൂട്ടും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് തോപ്പിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമല്ലാത്ത സാധനം എന്ന് ചോദിച്ചാൽ വെള്ളമാണ്. അപ്പോൾ എൻ്റെ കളിയെന്ന് ചോദിച്ചാൽ വെള്ളം കൊണ്ടാണ്. തീയെ നമ്മൾ വെള്ളം കൊണ്ട് തളർത്തും. വെള്ളത്തിനെ നമ്മൾ തീ കൊണ്ട് ഒരിക്കലും തളർത്താൻ പറ്റൂല. അതുപോലെ തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്. നിങ്ങളെല്ലാവരും കണ്ടിരുന്നോ ഗൈസ് അവസാനം വരെ? നമ്മളൊരു ട്രിക്കിങ് ആണ് ചെയ്ത് അവനെ നമ്മൾ തോൽപ്പിക്കുകയും ചെയ്യും. ആ ഗോൾഡൻ ലംബോർഗിനി ഗൈസ് നമുക്ക് സ്വന്തം ആളൊക്കെ ആദ്യം ചെയ്യും ഗൈസ്. അങ്ങനെ ഷൂട്ടിങ് ആളൊക്കെ ഇട്ടിരുന്നു ഗൈസ്. എൻ്റെ പൊന്നെ പക്ക ഹൽക്കിൻ്റെ അതേ ഇത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ചാടാം ഗൈസ് നല്ല രീതിക്ക്. ഇവനെ എങ്ങനെ വിളിച്ച് വരുത്തുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇവന് ഈ വണ്ടികളാണ് ഇഷ്ടമല്ലാത്ത. അപ്പോൾ ഗൈസ് നമുക്ക് 5-6 വണ്ടികളൊക്കെ വിളിച്ച് വരുത്താം ഗൈസ്. അങ്ങനെ ആ വണ്ടികളൊക്കെ വിളിച്ച് വരുത്തിട്ടുണ്ട് ഗൈസ്. ഇവന് ഇതുവരെയായിട്ട് വന്നിട്ടില്ല ഗൈസ്. അങ്ങനെ ഇവന് ഇതുവരെയായിട്ട് വന്നില്ലല്ലോ ഗൈസ്. ഗൈസ് അങ്ങനെ അവനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എടാ സ്കെൽട്ടാ, നീ ഇവിടുന്ന് ഓടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാനിവിടെ വെച്ച് നശിപ്പിക്കും. അതുകൊണ്ട് നീ ഇവിടുന്ന് ഓടിക്കും. ഈ സിറ്റിയിൽ ഒരു കാർ പോലും എനിക്ക് ഇഷ്ടമല്ല. ഈ സിറ്റിയിലെ എല്ലാ കാറും തൊളിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ നീ ഒന്ന് പോയിപ്പിച്ചേ. ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോത്തില്ലടാ. ഓഹോ, നീ എന്നാ പോത്തില്ലേ? എന്നാൽ എനിക്കുള്ള ഞാൻ പണി അടിച്ചു തരാടാ ഗൈസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ്, അപ്പം നമുക്ക് കടലിലോട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് കടലിലോട്ട് പോകണമെങ്കിൽ നല്ല സ്പീഡിൽ പോകണം. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവൻ ഈ കാറുകൾ മുഴുവനും നശിപ്പിക്കും. അവൻ എൻ്റെ പിറക്കേം കാളും ഉണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ വല്ലതും വേണം ഗൈസ് കടലിലോട്ട് പോകാൻ ഗൈസ്. അങ്ങനെ എനിക്ക് സൈക്കിളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഗൈസ്. ഒരു ചുറക്കനും കാളെ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ സൈക്കിളും കാര്യങ്ങളൊക്കെ അവൻ്റെ നിന്ന് പെട്ടെന്ന് തന്നെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഗൈസ് പെട്ടെന്ന് തന്നെ കടലിൽ പോകണം ഗൈസ്. അല്ലെങ്കിൽ കുറേ കാറുകൾ ഇവിടെ നശിക്കും. കുറേ ഫാക്ടറികൾ ഇവിടെ അടിച്ച് പൂട്ടേണ്ടി വരും ഗൈസ്. അപ്പം നമ്മളെ പിറക്കെ തന്നെ അവൻ കത്തിച്ച് വിടുന്നുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് എനിക്കൊരു ഐഡിയകളും ഉണ്ട് ഗൈസ്. നിങ്ങളെ ഐഡിയകൾ കണ്ടു ഗൈസ്. ഞാൻ ആ ബീച്ചിൻ്റെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ബ്രേക്ക് അങ്ങ് പിടിക്കും. പിന്നെ ബ്രേക്ക് ഉണ്ടോ ഗൈസ്? ബ്രേക്ക് ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഗൈസ് ബ്രേക്കൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ ഞാൻ ബ്രേക്കുകളൊക്കെ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. അത്ര ഉള്ളു ഗൈസ്. അവനും കാര്യങ്ങളൊക്കെ കത്തി കഴിയുകയാണ് ഗൈസ്. അവൻ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ഗൈസ് അവൻ കത്തി കഴിയും ഗൈസ്. അങ്ങനെ അവനും കാര്യങ്ങളും ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പം സോ ഞാൻ അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.